അപ്പോൾ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലൊക്കെ പോയാലോ? നിങ്ങൾക്കറിയാലോ, ഞാനും നിങ്ങളെപ്പോലെ ഒരു ബിഗിനറാണ്. എനിക്കിതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഞാൻ യൂട്യൂബ് വീഡിയോ നോക്കി പഠിച്ച് ചെയ്താൽ അത് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണിത്. ഞാൻ യൂസ് ചെയ്യുന്ന നീഡിലും യാണും അതിൻ്റെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ജസ്റ്റ് ഒരു മിനി കിറ്റ് വാങ്ങിയതാണ്. അതിനകത്ത് ഇത് രണ്ടും ഉണ്ടായിരുന്നു. ഇതിന് പറ്റിയ നീഡിലാണോ എന്ന് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എൻ്റെ ഈ യാണും അത്ര ക്വാളിറ്റിയുള്ള യാണല്ല. ബിഗിനറിന് ഇത് യൂസ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനെടുത്ത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിൽ നമ്മൾ ആദ്യം ഈ യാണി നമ്മൾ ആദ്യത്തെ 2 വിരലില്ലേ, ആ വിരലിന് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കണം. ഈ വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി. എന്നിട്ട് ആദ്യത്തെ യാണിൻ്റെ അടിയിൽ കൂടെ രണ്ടാമത്തെ യാണ് നമ്മൾ വലിച്ചെടുക്കുമ്പോൾ നമുക്കൊരു നോട്ട് കിട്ടും. അതാണ് നമ്മൾ ആദ്യത്തെ നോട്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ഓരോന്ന് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 6 ചെയിൻ സ്റ്റിച്ച് വേണം. അപ്പോൾ 6 ചെയിൻ സ്റ്റിച്ച് ഇട്ടാണ് നമുക്ക് ആദ്യം. ചെയിൻ സ്റ്റിച്ച് ഇടുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോ നോക്കിയാൽ അറിയാൻ പറ്റും. എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. നമ്മൾ ഇട്ട നോട്ടിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും ആയാണ് ഉള്ളിൽ കൂടെ വലിച്ച് പുൾ ഓവർ ചെയ്തെടുക്കുന്നതിന് ആണ് ഒരു ചെയിൻ സ്റ്റിച്ച് എന്ന് പറയാം. അപ്പം നമ്മൾ അതുപോലെ 6 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 6 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 6ാമത്തെ ചെയിൻ സ്റ്റിച്ചിന് ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിലോട്ട് വന്നിട്ട് അതിനകത്തൂടെ നമ്മൾ നീഡിലിട്ട് യാണ് വലിച്ചെടുത്ത് അതൊരു നോട്ടാക്കുക. അപ്പോൾ അവിടെ നമുക്കൊരു റിങ് കിട്ടും. അതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ബേസ്, റിങ്. എന്നിട്ട് നമ്മൾ കിട്ടിയ റിങ്ങില്ലേ, അതിനകത്തൂടെ നമ്മളെ നീഡിലിട്ട് വീണ്ടും ഒരു യാണ് പുൾ ഓവർ ചെയ്തെടുത്താൽ നമുക്ക് 2 യാണ് ഓവർ ഇട്ട് വീണ്ടും ഒരു യാണ് ഓവർ എടുത്ത് ഈ 2 ഇതിൻ്റെ അകത്ത് കൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് അതാണ് സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ഇടും. 2 ചെയിൻ സ്റ്റിച്ചിന് ശേഷം നമ്മൾ ഇടുന്നത് ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നീഡിൽ 2 തവണ യാണിനോട് ചുറ്റുക. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ റിങ്ങില്ലേ അതിനകത്ത് കൂടെ ഇടുക. എന്നിട്ട് വീണ്ടും ഒരു യാണ് പുള്ളി ചെയ്തിട്ട് ആദ്യത്തെ 2 ഇതിനകത്ത് കൂടെ എടുക്കുക. പിന്നെ വരുന്ന നെക്സ്റ്റ് 2 റിങ്ങിൻ്റെ അകത്ത് കൂടെ എടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് 2 റിങ് കിട്ടും, അതിനകത്ത് കൂടെ എടുക്കുക. അതുപോലെ നമ്മൾ 3 ചെയ്യണം. 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞ് ആ സ്ഥലത്ത് നിന്ന് നമ്മൾ വീണ്ടും ഒരു 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ നമ്മളുണ്ടാക്കിയ റൗണ്ടിൻ്റെ അകത്ത് കൂടി എടുത്ത് യാൺ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ യാണ് ഈ 2 യാണിൻ്റെ അകത്ത് കൂടി എടുത്താൽ നമുക്ക് സിംഗിൾ ക്രോഷ്യ കിട്ടും. അപ്പോഴേക്കും നമുക്കൊരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു സിംഗിൾ പെറ്റൽ. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു പെറ്റലിൻ്റെ ഷേപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 5 പെറ്റൽസ് ചെയ്യണം. അപ്പോൾ ഒരു പെറ്റൽ കംപ്ലീറ്റ് ആയ അവിടുന്ന് വീണ്ടും 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. അതിനുശേഷം നമ്മൾ വീണ്ടും ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറഞ്ഞില്ലേ, ആ ട്രിപ്പിൾ ക്രോഷ്യ വീണ്ടും 3 ചെയ്യണം. അപ്പോൾ സെയിം ഫസ്റ്റ് പെറ്റലിന് ചെയ്യുന്ന സംഭവം വീണ്ടും 3 ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മൾ 2 സിംഗിൾ ചെയിൻ ഇട്ടിട്ട് തിരിച്ച് റൗണ്ടിലോട്ട് പോയി അവിടെ നിന്ന് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ 2ാമത്തെ പെറ്റൽ കംപ്ലീറ്റ് ആവും. ഇത് തന്നെ സെയിം തിങ് നമ്മൾ 5 പെറ്റലിനും ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്താലോ? ഇനി 5 പെറ്റൽ ചെയ്തിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ 5 പെറ്റലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുമ്പോൾ വീണ്ടും നമ്മൾ സെയിം ചെയ്ത സംഭവം 2 സ്റ്റിച്ച് ഇട്ടിട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് തിരിച്ച് റൗണ്ടിലോട്ട് വന്ന് അവിടെ നിന്ന് ഒരു സിംഗിൾ ക്രോഷ്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 5 പെറ്റലും കംപ്ലീറ്റ് ആവും. 5 പെറ്റലും കംപ്ലീറ്റ് ആയാൽ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ കിട്ടും. എങ്ങനെയുണ്ട് നമ്മളെ ഫ്ലവർ? നിങ്ങൾ വിചാരിച്ച പോലെയൊക്കെ നടന്നിടുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പഠിച്ച രീതി ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം വർക്കാവോ ഇല്ലയോ എന്ന്. എൻ്റെ രീതിയിൽ എനിക്ക് മനസ്സിലായ രീതിയിലാണ് ഞാനിത് പറഞ്ഞു തന്നത്. അത് നിങ്ങൾക്കത് നോക്കിയിട്ട് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സിമ്പിളായിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് നോക്കിയാലും മനസ്സിലാവും. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ പറഞ്ഞു തന്നു മാത്രം. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.